നമ്മൾ ഷോപ്പിലേക്ക് ഓട്ടോയിൽ വരുന്ന ആരാ അറിയാവുക? ഇവർ കണ്ണാടിപ്പറമ്പ് വരുന്നതാണ്. ശരത്ത് എന്നാണ് ഇവരുടെ പേര്. അപ്പോൾ ഇവരുടെ കുട്ടീൻ്റെ കാതുകുത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളോട് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞ് നമ്മൾ വരുന്നുണ്ട്, അപ്പം നമ്മളെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ലെവലിലൊരു വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ നിന്ന് കാതുകുത്തി കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുട്ടികളെ കാതുകുത്ത് ഫ്രീ കൂടിയാണ് നമ്മളെ ഷോപ്പിലെ. നമ്മളെ നാട്ടിലെ എല്ലാ കുട്ടികളെ കാതുകുത്തും സത്യം പറഞ്ഞാൽ നമ്മളൊരു അവകാശം പോലെയാണ്, വേറൊന്നുമില്ല. എല്ലാ കാതുകുത്തും മിക്കതും നമ്മളെ ഷോപ്പിൽ ജീസൺസ് എന്നാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ ഷോപ്പിലെ സ്റ്റാഫ് വയ്ക്കുമ്പോൾ ചേട്ടാ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് നഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഫ്രീ ആയിട്ട് ചെയ്താൽ നടാ, ചെറിയ കുട്ടികളെ കാര്യമല്ലേ, ഒരു നല്ല കാര്യമല്ലേ, അത് സാരില്ല, അത് നഷ്ടമായിട്ട് കാണണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ തമാശക്ക് പറയും, പേടിക്കണ്ട, കുട്ടികൾ വലുതായിട്ടാകുമ്പം അവരെ കല്യാണ സമയത്ത് ആദ്യം സ്വർണ്ണം വാങ്ങി നമ്മളെടുക്കുന്നതാണല്ലോ. അപ്പോൾ അവരെ കല്യാണ സ്വർണ്ണവും നമ്മളെടുക്കുന്ന തന്നെ വാങ്ങും, എന്നാലും ഈ നഷ്ടം നികത്താലാന്ന് തമാശക്ക് പറയും കേട്ടാ. സത്യം പറയല്ല, ഒരു പെൺകുട്ടീൻ്റെ ആദ്യത്തെ കാതുകുത്ത് ആദ്യമായിട്ട് സ്വർണം വാങ്ങുന്നത് നമ്മളെ പീടിയെന്നുള്ളതുണ്ടല്ല, സത്യം പറഞ്ഞാൽ നമുക്കൊരു അഭിമാനം തന്നെയാണ്. നമ്മുടെ ഈ ഷോപ്പ് തുടങ്ങി ഇത്രയും കാലമായിട്ട് 100 കണക്കിന് കുട്ടികളെ കാതുകുത്താനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുതിയ പുതിയ ആൾക്കാർ നമ്മളെ തേടി വരുന്നുണ്ട്. നമ്മളെ ടാഗ് ലൈനിൽ പറഞ്ഞ പോലെ വന്നവർ വീണ്ടും വരും, വരാത്തവർ നമ്മളെ തേടി വരുന്ന പോലെ കാത് ആദ്യം കുത്തിയവർ പോന്ന് അവർ പറഞ്ഞതറിഞ്ഞ് വീണ്ടും പുതിയ ആൾക്കാർ നമ്മളെ തേടി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നുള്ളത് നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. വളരെയധികം സന്തോഷം അതിൽ. അപ്പം നമ്മളെ കുഞ്ഞുമോളെ കാതുകുത്തി കഴിഞ്ഞ് ഇതാ കരഞ്ഞ് അവസാനം കരച്ചിൽ നിന്ന് സന്തോഷമായ മോളെ പേര് ശിവാത്മിക എന്നാണ്. അപ്പോൾ കാതുകുത്തി കഴിഞ്ഞപ്പോൾ കൂടെ വന്ന കുട്ടിക്ക് സെക്കൻഡ് സ്റ്റഡ് അടിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ അതുകൂടി നമ്മൾ അടിച്ചു കൊടുത്ത്. പിന്നെ ഈ കാതുകുത്തിന് മിക്ക ആൾക്കാരും പറയുന്നത് വേദനയില്ലാത്ത കാതുകുത്തുന്നതാണ്. സത്യം പറയല്ല, ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ, നല്ല വേദന ഉണ്ടാകും. പക്ഷെ എന്നാൽ കൈകൊണ്ട് കുത്തുന്നതിനെക്കാട്ടിയും കുറച്ച് വേദന കുറവ് അത്രയേ ഉള്ളൂ. ശരീരം തുളഞ്ഞു കയറുമ്പോൾ എന്തായാലും വേദന ഉണ്ടാവും. അപ്പോൾ വേദനയില്ലാത്ത കാതുകുത്ത് എന്നുള്ളത് ഒരു തെറ്റായൊരു പ്രചരണമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തോടെ തിരിച്ചു പോകുന്നേ. സത്യം പറയല്ല, ഇവരെക്കാൾ സന്തോഷം നമുക്കാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. എന്നെപ്പോലെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി, എല്ലാവർക്കും ഓക്കെ, ബൈ.